വെൽക്കം ബാക്ക് ടു സോൾട്ട് ആൻഡ് ചില്ലീസ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ കൊണ്ടുള്ള ഒരു അടിപൊളി ഡിഷാണ്, ചിക്കൻ ഡൈനാമൈറ്റ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതും വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്നൊക്കെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. എല്ലാവർക്കും നല്ല ഇഷ്ടമാവുന്ന ഒരു വെറൈറ്റി ചിക്കൻ കൊണ്ടുള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് എല്ലില്ലാത്ത ചിക്കൻ ചെറുതാക്കി കട്ട് ചെയ്തതാണ്. 250 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1/2 ടീസ്പൂൺ ഒറിഗാനോയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒരു 20 മിനിറ്റൊക്കെ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഈ സമയം കൊണ്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ട ഫ്ലോറൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. മൈദയും കോൺഫ്ലവറും ഈക്വൽ ആക്കിയിട്ടാണ് എടുക്കേണ്ടത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡറും ചേർത്തെടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മുട്ടയും കൂടി ആവശ്യമുണ്ട്. മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മളിത് ഫ്രൈ ആക്കുന്നത്. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് ഫ്ലോറിൽ ഡിപ്പ് ചെയ്ത് പിന്നെ എഗ്ഗിൽ ഡിപ്പ് ചെയ്ത് വീണ്ടും ഫ്ലോറിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് എല്ലാ ചിക്കനും ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നല്ലപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. അപ്പം നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ടെടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഒരു ബ്രൗൺ കളർ ആയാൽ മതി, വല്ലാതെ ഫ്രൈ ആവണ്ട. അപ്പോൾ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ചിക്കനൊക്കെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ചിക്കനിലേക്ക് വേണ്ട ഡൈനാമൈറ്റ് സോസ് തയ്യാറാക്കാം. അതിനായി നമുക്ക് വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ മയോണൈസ്, 1 ടേബിൾ സ്പൂൺ ഹോട്ട് ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1/2 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ ഹണി. ഇവ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഡൈനാമൈറ്റ് സോസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല എരിവും പുളിയും മധുരവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു അടിപൊളി ഡിഷാണിത്. നമ്മൾക്ക് വിരുന്നേരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.